നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ മോളെ? ഒരു 2 സ്പൂൺ ഇടാവേ. നെയ്യ് 2 സ്പൂൺ എടുക്കാം. ആന്റിയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പായസം എന്തുവാണ്? ഞാൻ എപ്പോഴും തന്നെ മോളെ ഉണ്ടാക്കുന്നത്. ശരിക്കും ഇപ്പോൾ പായസം അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്നുവെച്ചാൽ ഷുഗറൊക്കെ കുറച്ചുള്ളതുകൊണ്ടേ അല്ല പായസം ഉണ്ടാക്കിയ പിന്നെ അവർക്കൊന്നും വലിയ ഇപ്പോൾ പായസം ഒന്നും വേണ്ട. പിന്നെ മുഴുവൻ ഞാൻ തന്നെ കുടിച്ച് തീർക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങി. പക്ഷേ ഞാൻ ഓണത്തിന് വാങ്ങിക്കൊന്നുമില്ല. ഓണത്തിന് എനിക്ക് ഇഷ്ടം ചെറുപയർ പരിപ്പ് പായസമാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടം എന്തോ ഒരു ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു പായസമില്ല, പാലട പോലത്തെ അതാ ഇഷ്ടം. വൈറ്റ് പായസം ഇഷ്ടം. പക്ഷെ എനിക്ക് ബ്ലാക്ക് പായസം ഇഷ്ടം. ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. ചെറുപയർ പരിപ്പ് പായസം, ഗോതമ്പ് പായസം. അതെ അതെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ എന്തായാലും ഓണത്തിനുണ്ടാക്കും. ഷുഗർ വന്നാലും വേണ്ടില്ല, ഞാൻ കൊല്ലത്തിലൊന്നെങ്കിലും ഞാൻ കഴിക്കും. ഷുഗർ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഷുഗർ വന്നിട്ടില്ല. പാരമ്പര്യ മോളെ, പാരമ്പര്യം അപ്പച്ചനുണ്ടായിരുന്നല്ലോ. ഷുഗർ വന്നപ്പോ എനിക്ക് മധുരം ഇഷ്ടമാണ്. അതിനുമ്പ് ഞാൻ മധുരം കഴിക്കുകയല്ലേ. നമ്മൾ ഒരു സാധനം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അത് തന്നെ അപ്പൊ ചൂടായി. ഇപ്പൊ നമ്മള് കുറച്ച് നട്ട്സ് ഇടുവാണേ. കുറച്ച് നട്ട്സ് ഇത് മതി ആകട്ടെ കേട്ടോ, പെട്ടെന്നാവും. അപ്പൊ നമുക്ക് ഇനി ഇതിടാം. നന്നായിട്ട് വറക്കട്ടെ. സാധാരണ പായസം ഉണ്ടാക്കുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് ആന്റി ചെറിയൊരു ട്വിസ്റ്റ് നടത്തിയിട്ട് വറുത്തിടുന്ന സാധനം ഉണ്ടാക്കി അങ്ങനെ മാറ്റി വെക്കാം. ഈ നമ്മുടെ എപ്പിസോഡില് നമ്മുടെ സരിത ചേച്ചി വന്നപ്പോ ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു. ഇതുപോലെ നമ്മൾ പായസം ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വറുത്തിട്ട്, നമ്മൾ പാൽ പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വറുത്തിട്ട് ഉടനെ ആ ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി തണുക്കാൻ വെയിറ്റ് ചെയ്യണമെന്ന് ആള് പറഞ്ഞ ഒരു ടിപ്പാണ്. അപ്പൊ റാണിയായിട്ട് ശരിക്കും അത് പ്രാക്ടിക്കൽ ആക്കിക്കൊണ്ട് ഫസ്റ്റ് തന്നെ ആ പണികൾ തീർക്കാൻ. ഓരോരുത്തർക്കും ഓരോ രീതി. അത് തന്നെ. അപ്പൊ മോൾ ഇത് ഞാൻ മറച്ചു വെച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ യൂട്ടൻസിൽസ് കുക്ക്വെയറിന്റെ ഉരുളി? സ്റ്റൈല് നല്ല കട്ടി അല്ലേ? പിന്നെ അടി പിടിക്കത്തില്ല. ശരിയാണ്, നല്ലതാണ് കേട്ടോ. ഇതങ്ങോട്ട് വെക്കുവാണ്. ഇനി ഇത് ചൂടായി കഴിയുമ്പോ നമ്മള് പാലെടുത്തൊഴിക്കുന്നു കേട്ടോ. ഇത് പശുവും പാല്. അപ്പൊ എന്തായാലും നമ്മൾ പാസ്ത വേവിക്കുമ്പോൾ നമ്മൾ ആ യൂഷ്വൽ ഒരു 100% വേവിക്കുന്നതിന് പകരം ഒരു 80% വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ പാനി ഇടുമ്പോഴും പാൽ ഒഴിക്കുമ്പോഴും ഇച്ചിരി കൂടെ വേവ് വരുമല്ലോ അല്ലേ? അപ്പൊ ഇച്ചിരി വേവിച്ചിട്ട് ബാക്കി അങ്ങോട്ട് തന്നെ അത് വെന്തൊഴുകുമ്പോ കറക്റ്റ് വേവ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഉടഞ്ഞു പോകും അല്ലെ ആന്റി? ഒത്തിരി വേവിക്കണ്ട. നമുക്കിനി പാസ്ത ഇടാൻ സമയമായി. നമ്മളിത് പാല് നല്ല തിളച്ചു. അപ്പൊ നമുക്കിനി പാസ്ത ഇടാവേ. മൊത്തം ഇടുക കേട്ടോ. നല്ല വെന്തതായതുകൊണ്ടാണേ. നല്ല ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. ഈ പായസം കൺമണിക്കുട്ടിക്കും കുട്ടാപ്പിക്കൊക്കെ ഉണ്ടാക്കി. അയ്യോ, അവർക്ക് ഭയങ്കര ഇഷ്ടം. അവര് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ പാസ്തയുടെ വേറെയൊക്കെ നമ്മൾ ഉണ്ടാക്കൂല്ലോ, പക്ഷെ പായസമാണ് അവർക്ക് ഇഷ്ടം. നല്ല കളർഫുള്ളാണ് ഇത് കാണാനേ. നമ്മുടെ അത്തപ്പൂ പോലെ, ഈ റൂം പോലെ, മോളെ പോലെ, ആന്റിയുടെ വീട്ടില് ആന്റിയുടെ ഏറ്റവും ബെസ്റ്റ് ഐറ്റം എന്താ? ഫുഡ് ഐറ്റം എല്ലാവർക്കും ഇഷ്ടമുള്ള അമ്മ ഇത് ഉണ്ടാക്കും മമ്മി എന്ന് പറയുന്നത് എന്താ? അവർക്ക് ഞാൻ വെക്കുന്ന പുളിശ്ശേരി ബീഫ്, നമ്മുടെ പാലക്കാരുടെ സ്ഥിരം എല്ലാ ദിവസവും ആ പുളിശ്ശേരി, ആ ബീഫ് വറ്റിച്ചോലത്തെയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള എല്ലാം കറപ്പിച്ചങ്ങോട്ട് വറുത്തെടുക്കും. പിന്നെ ആ മീൻ പറ്റിച്ചതും, പിന്നെ ഒരു ഉണക്കപ്പയറ് തോരനും, പിന്നെ ഒരു കടുവും വാങ്ങി. ഇത്ര ഉണ്ടല്ലോ. ആ കലത്തിലെ ചോറ് മുഴുവൻ തിരും. റാണി ആന്റിയുടെ ഇൻസ്റ്റാഗ്രാം പേജസ് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ആ വീട്ടിനകത്ത് ആന്റിയോട് സംസാരിച്ചു പയറ് മുറിക്കുമ്പോഴും ചക്ക മുറിക്കുമ്പോഴും ഒക്കെ ആന്റി നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും റിമി ചേച്ചിയുടെ കാട്ടിലും നമ്മളാണ് ആന്റിയുടെ മക്കളെ വിളിക്കുന്നത്. എല്ലാവരും എന്റെ മക്കളായിട്ടല്ലേ നമ്മള്. മോളെ ഇനി ഇത് അല്ലെങ്കിൽ ഒരുപാട് കുറുകി പോവേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പഞ്ചസാര ഇടാം. കുറച്ച് മധുരം ഉണ്ടോ നോക്കട്ടെ മോളെ. നമ്മൾ ഇത്രയും മധുരം ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇടുന്നുണ്ട്, അതുകൊണ്ട് ബാലൻസ് ആവും. പക്ഷെ എന്നാലും ഇതിന് മധുരമുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പായസത്തിന് ഭയങ്കര മധുരമല്ലേ ഇഷ്ടം. പായസം എന്ന് പറഞ്ഞാൽ മധുരം. നല്ല റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക്
ഈ കണ്ടൻസ് മിൽക്കും കൂടി ഇടാം. 2-3 സ്പൂണൊക്കെ മതി കേട്ടോ. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളപ്പിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമല്ലോ. ചെറുതായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മള് വറുത്ത് വെച്ചതും കൂടി എടുത്തിടുന്നു, ഏലക്കാപ്പൊടി ഇടുന്നു, സംഗതി തീർന്നു.